നമസ്കാരം. മാള സ്വദേശി മഞ്ഞളി വീട്ടിൽ അജീഷിന്റെ മകനും UKG വിദ്യാർത്ഥിയുമായ ആബേലിന്റെ മരണം നമ്മളെയെല്ലാം വല്ലാതെ വേദനിപ്പിച്ചു. അയൽക്കാരനായ ജിജോ എന്ന 18-കാരനാണ് കൃത്യത്തിന് പിന്നിൽ എന്ന് പോലീസ്. പ്രകൃതി വിരുദ്ധ പീഡനത്തിനൊടുവിൽ കുളത്തിൽ മുക്കിക്കൊന്നു എന്നാണ് കേസ്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ ഓടിച്ചാടി നടന്നിരുന്ന മക്കൾ ഇല്ലാതാവുന്നത് ആർക്കും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അവൻ്റെ കളിപ്പാട്ടങ്ങൾ, കൊഞ്ചലുകൾ, ചിരികൾ, അവൻ്റെ ഗന്ധം, പുസ്തകങ്ങൾ, വസ്ത്രങ്ങൾ, ചിരിപ്പാട്ടുകൾ എല്ലാം മരണം വരെ പ്രിയപ്പെട്ടവരെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരം ദുരന്തങ്ങളിൽ സത്യത്തിൽ മാതാപിതാക്കളുടെ മരണം കൂടി മക്കളോടൊപ്പം നടക്കുന്നുണ്ട്. അവർ പിന്നീട് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിൽ ആണെന്ന് മാത്രം. നമ്മുടെ നാട്ടിൽ ദിവസേന എന്നോണം എത്രയോ ഇത്തരം കേസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു കാരണം രാഷ്ട്രീയക്കാരും നിയമപാലകരും ക്രിമിനലുകളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ്. ഒരു നല്ല മനുഷ്യൻ്റെയും ചീത്ത മനുഷ്യൻ്റെയും വോട്ടിൻ്റെ മൂല്യം രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരേപോലെയാണ്. അതുകൊണ്ട് വോട്ടിന് വേണ്ടി അവർ ക്രിമിനലുകളെയും കൂടെ ചേർത്ത് കൂടെ പിടിക്കുന്നു. നമ്മുടെ നാട്ടിൽ ക്രിമിനലുകൾ യാതൊരു ഭയവുമില്ലാതെ ജീവിക്കുന്നു. ഒന്നുകിൽ അവർ മതത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ ആളുകളായിരിക്കാം. അവരെ തൊടാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. കഴിഞ്ഞ ദിവസം കർണാടകയിൽ ഒരു 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതി വെടിയേറ്റ് കൊല്ലപ്പെടുകയുണ്ടായി. മുൻപ് സമാനമായ രീതിയിൽ പല സംസ്ഥാനങ്ങളിലും പ്രതികൾ കൊല്ലപ്പെടുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ ഇടയില്ല. നമ്മുടെ പ്രതികൾ നമ്മുടെ പാർട്ടിക്കാരനോ നമ്മുടെ മതക്കാരനോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവോ നമുക്ക് കൈക്കൂലി തന്നവരോ ഒക്കെ ആയിരിക്കാം. മറ്റ് സംസ്ഥാനങ്ങളുടെ ഇത്തരം പ്രവൃത്തികളെ ന്യായീകരിക്കുകയില്ല. കുറ്റം ചെയ്താൽ ശിക്ഷയുണ്ടാവാൻ നമ്മളിനി എന്താണ് ചെയ്യുക എന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ആബേലിനെ ഇല്ലാതാക്കിയ കുറ്റം ആരോപിക്കപ്പെട്ട പ്രതിക്ക് ഇതിനു മുൻപും പല കേസുകൾ ഉള്ളതായി അറിയുന്നു. ജാമ്യത്തിലിറങ്ങി നിർഭയം പിന്നെയും കുറ്റകൃത്യങ്ങൾ അഭിരമിക്കുകയാണ് അയാൾ. ഈ കേസിലും സാധാരണ നിലയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ അവൻ ജാമ്യത്തിലിറങ്ങും. അയാളെപ്പോലെയുള്ളവരെ കുറിച്ച് നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു കരുതൽ ഇല്ല. ഒരാൾ നമ്മുടെ നാട്ടിൽ ജയിലിൽ പോയി വരുന്നത് വീണ്ടും അങ്ങോട്ട് പോകാൻ തയ്യാറായിട്ടാണ്. ജയിൽവാസവും നിയമങ്ങളും ഒരു കോമഡി ആയിട്ടാണ് കുറ്റവാളികൾ കാണുന്നത്. കുറ്റവാളികൾക്ക് അനുകൂലമായ രീതിയിൽ ജയിലിനുള്ളിലും എല്ലാ നീതികേടുകളും ഉണ്ട്. ജയിലിൽ കിടന്നിട്ട് വരുന്നവനോട് പൊതുസമൂഹത്തിന് ഒരു ഹീറോയോടുള്ള കാഴ്ചപ്പാടാണ്. ഓരോ ഗ്രാമങ്ങളിലും ഓരോ നാട്ടിടവഴികളിലും മദ്യപാനികൾക്ക്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കും, പിടിച്ചുപറിക്കാർക്കും, ഞരമ്പ് രോഗികൾക്കും പ്രത്യേക ഇടങ്ങളുണ്ട്. മറ്റുള്ളവരാരും പോയി ശല്യപ്പെടുത്താത്ത അവർക്കായി ഒഴിഞ്ഞിട്ട ഇടങ്ങൾ. കഷ്ടകാലത്തിന് അവിടെ പോയി പെട്ട് പോകുന്ന കുഞ്ഞുങ്ങളോ സ്ത്രീകളോ പിന്നീട് ജീവനോടെ മടങ്ങി വരാറില്ല. അത് നമ്മൾ അവർക്ക് കൽപ്പിച്ചിട്ടിരിക്കുന്ന ഇടമാണ്. ഇത്തരത്തിൽ നമ്മുടെ നാടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ക്രിമിനലുകൾ സർവ്വവ്യാപിയാണ്. അവർ സൽക്കരിക്കുന്ന മയക്കുമരുന്നിനോ ഒരു പെഗ്ഗിനോ എന്തിനധികം ഒരു കാലിച്ചായയ്ക്ക് പോലും ആളുകൾ ക്യൂവിലുണ്ട്. ഒരുവിധപ്പെട്ടവരെല്ലാം ക്രിമിനലുകളുടെ ആരാധകരാണ്. ഒരു ഘട്ടം എത്തുമ്പോൾ അവർ നമുക്ക് നേരെയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരെയും ആയുധം ഉയർത്തുമെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ആത്മാഭിമാനം പണയം വെച്ച് എന്തിനും മൗനം പാലിക്കുകയും മൊബൈലിൽ ഇത്രമേൽ തലപൂഴ്ത്തി ഇരിക്കുകയും ചെയ്ത ഒരു ജനത മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. എൻ്റെ സ്കൂൾ പഠനകാലത്ത് ഞാനൊരിക്കൽ തോട്ടത്തിലെ ജോലിക്കാരുടെ ബീഡിക്കെട്ടിനിടയിൽ നിന്ന് ആരും കാണാതെ 2 ബീഡി വലിച്ചൂരി. അടുക്കളയിൽ നിന്ന് തീപ്പെട്ടിയും മോഷ്ടിച്ചു. കാട്ടുകുളത്ത് റേഷൻ കടയിലേക്ക് പോകും വഴി രഹസ്യമായി വലിക്കാനാണ് ഞാനിത് ചെയ്തത്. എൻ്റെ തൊടിയിൽ നിന്ന് ആദ്യത്തെ പറമ്പിറങ്ങി പിന്നെ പാടം കടന്ന് അത് കഴിഞ്ഞ് ഒരു ചരൽ വീതി പിന്നിട്ട് മെയിൻ റോട്ടിലെത്തണം. ഞാൻ തൊടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറമ്പിൽ 3-4 പേർ ആടുമേക്കൽക്കാരായുണ്ട്. പാടത്ത് അയൽവക്കക്കാർ പലരും പുല്ലരിയുന്നു. ആര് കണ്ടാലും വർഗീയസേട്ടൻ്റെ മകൻ പുകയൂതന കണ്ടു, ഒന്ന് ശ്രദ്ധിച്ചോളുണ്ടു എന്ന് അക്കാലത്തെ ആരും പറയും. വീതിയുള്ള ഇടവഴിയിൽ കയറിയപ്പോഴും ഒരു രക്ഷയുമില്ല. അവിടെ അടുപ്പിച്ചടുപ്പിച്ച് വീടാണ്. നീറേങ്കൽ വീടിനരികിൽ നീണ്ട ഇടവഴിയും ചീമക്കൊന്നകളുടെ മറവുമുണ്ട്. അവിടെ എത്തിയപ്പോഴേക്കും എന്നെ പഠിപ്പിക്കുന്ന ദാമോദരൻ മാഷെ കണ്ടു. അതും കഴിഞ്ഞ് ശിവക്ഷേത്രത്തിനടുത്തെത്തുമ്പോഴേക്കും വലിച്ചു തീർക്കണം എന്ന ഐഡിയ ഇട്ടപ്പോഴേക്കും
പത്മനാഭൻ മാഷും നടന്നു വരുന്നു. അക്കാലത്ത് പൊതുവെയുള്ള ഒരു പ്രത്യേകത, സ്കൂളുകളിൽ കൂടുതലും അധ്യാപകർ ചുറ്റുവട്ടങ്ങളിൽ ഉള്ളവരാവും. അന്ന് മടങ്ങി വരുന്ന വഴി ബീഡിയും തീപ്പെട്ടിയും ഞാൻ തോട്ടിൽ തന്നെ ഉപേക്ഷിച്ചു. നമുക്ക് നേരെ വരില്ല എന്നുറപ്പിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയും ക്രിമിനലുകളെ വളർത്തുന്നുണ്ട്. കേസും ശിക്ഷയും ഒന്നും അവർ ഗൗരവത്തിലെടുക്കാറില്ല. എത്ര വലിയ ശിക്ഷ ചെയ്യുന്നവർക്കും വില കൂടിയ വക്കീലന്മാരെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നു. കൂടുതൽ ആളുകൾക്കും അർഹിക്കുന്ന ശിക്ഷ കിട്ടുന്നില്ല. അടുത്ത കാലത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുമാറ് കുട്ടിക്കുറ്റവാളികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് ആശങ്കാജനകമാണ്. നിസ്സഹായത കൊണ്ട് നമ്മൾ വീർപ്പുമുട്ടുന്നു. പുതിയ കാലത്ത് എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാത്തത് എന്ന ചോദ്യത്തിന് എൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ട് എന്നതാണ് ഉത്തരം. എന്തുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു എന്ന ചോദ്യത്തിന് എൻ്റെ കയ്യിൽ മൊബൈലുണ്ട് എന്നതാണ് ഉത്തരം. മയക്കുമരുന്ന് കച്ചവടമുള്ള ഒരാളെ നിങ്ങൾ എങ്ങനെ പ്രണയിച്ചു വിവാഹം കഴിച്ചു എന്ന ചോദ്യത്തിന് എൻ്റെ കയ്യിൽ മൊബൈലുണ്ട് എന്നതാണ് ഉത്തരം. യാതൊരു മനുഷ്യരെയും പരിചയമില്ലാത്ത ഒരു വിദൂര ദേശത്തേക്ക് ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടിന് വേണ്ടി ആരോടും മിണ്ടാതെ പോയി ചതിയിൽപ്പെട്ടു പോയത് എങ്ങനെയെന്ന ചോദ്യത്തിന് എൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. എല്ലാ നന്മകളെയും നെഗറ്റീവ് വശങ്ങൾ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുകയും അതിൽ ആണ്ട് മുങ്ങുകയും ചെയ്തിരിക്കുന്നു. കുടുംബത്തോടൊപ്പം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച സഹപാഠി അവസാന നിമിഷം കണ്ടപ്പോഴും എന്നത്തെയും പോലെ ബായിഡ എന്ന് നിശബ്ദം നടന്നു മറയുന്നത് പുതിയ കാലത്ത് വാർത്ത പോലും അല്ലാതായി തീർന്നിരിക്കുന്നു. എൻ്റെ തലമുറ 2 കാലം കൃത്യമായി കണ്ടു. ഒന്ന് മൊബൈൽ ഇല്ലാത്ത കാലവും അത് കഴിഞ്ഞ് മൊബൈൽ മാത്രമായി തീർന്ന കാലവും. രക്ഷിതാക്കൾ എല്ലാവരുടേതുമായ, കുട്ടികളെല്ലാവരുടേതുമായ, അധ്യാപകരെല്ലാവരുടേതുമായ, എഴുത്തുകാരെല്ലാവരുടേതുമായ, ഭരണാധികാരികൾ എല്ലാവരുടേതുമായ, കൃഷിക്കാർ എല്ലാവരുടേതുമായ, തൊഴിലാളികൾ എല്ലാവരുടേതുമായ ഒരു കാലം നമുക്ക് മുൻപ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ആരുടേതും ആരുമല്ലാതായിരിക്കുകയും നമ്മൾക്ക് തന്നെ അന്യരായി തീരുകയും ചെയ്തിരിക്കുന്നു. വല്ലപ്പോഴുമെങ്കിലും നമ്മൾ ഒന്ന് മൊബൈലിൽ നിന്ന് മുഖമുയർത്തുക. ഒരു ചാമ്പയ്ക്ക് വേണ്ടി ചിരിയോടെ 6 വയസ്സുകാരനായ കുട്ടി ഒരു ക്രിമിനലിന് പിന്നാലെ നടന്നു പോകുന്നുണ്ടാവും. അത്രയ്ക്കും വിശ്വസിച്ചിട്ടും ഒടുക്കം വിപണിയിലെത്തിച്ച് ചതിച്ച കാമുകനെ അവസാന നിമിഷത്തിൽ ശപിച്ചുകൊണ്ട് സ്വന്തം കഴുത്തിൽ കുരുക്കുമുറുക്കുന്ന ഒരു കിളുന്നു പെൺകുട്ടി അടുത്തെങ്ങാനും കാണും. അവസാനത്തെ ചില്ലി നാണയത്തിന് മകൾക്ക് മിഠായികൾ വാങ്ങിപ്പോരും വഴി ലഹരി തലയ്ക്ക് കയറിയ ഭ്രാന്തന്റെ കത്തിമുനയിൽ വീണ് കാരണമറിയാതെ മരിച്ച ഒരു പിതാവിൻ്റെ കരച്ചിൽ നമുക്ക് കേൾക്കാം. എത്ര ദൈവങ്ങൾ ഇനിയും ഉണ്ടായാലും, ശാസ്ത്രം എത്ര വളർന്നാലും വീഴുമ്പോൾ ആർക്കും ഒരു ഊന്നു വേണം. അതിനായി കെട്ടുറപ്പുള്ള ഒരു സമൂഹം നമുക്ക് അത്യാവശ്യമാണ്. ആബേലിൻ്റെ കുടുംബം ദുഃഖത്തിൽ നിന്ന് കരകയറട്ടെ. പരസ്പരം വിലമതിക്കുന്ന കരുതലുള്ള ഒരു സമൂഹം നമുക്ക് ചുറ്റും രൂപപ്പെടട്ടെ.